Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Happy New Year. Happy New Year, ma'am. Happy New Year, ma'am. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ജസ്റ്റ് ടെക്നിക്കൽ ഇഷ്യൂ വന്നിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ലല്ലോ. എവിടെ വരെയാണ് എടുത്തു നിർത്തിയിരുന്നത്? നമ്മൾ ജസ്റ്റ് എ ഫ്യൂ ഓഫ് ദി ടൈറ്റിൽസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മേ പോസസ് എന്ന് പറഞ്ഞതല്ലേ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നേ? ആ ഭാഗമല്ലേ? അതെ മിസ്. അതെ മാം. ഓക്കെ, ശരി. നമുക്ക് അവിടെ തുടങ്ങി ഒന്ന് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോ ഇതില് നിങ്ങൾ ആകെ ആദ്യത്തെ 3 പേരുകളാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത് കേട്ടോ. ബാക്കിയൊക്കെ ഇൻക്ലൂഡഡ് ആയത് ഇതിൽ എന്ന രീതിയിലേ വരുള്ളേ. പക്ഷെ ഇതില് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് പാലിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് നിർവഹിക്കാവുന്ന കുറച്ച് പൊസിഷൻസ് ആണ് നമ്മൾ താഴെ പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രസിഡന്റ് അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതായത് സിഇഒ. സിഇഒ എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഡ് ഫോം ആണ് കേട്ടോ ചോദിക്കുക. ഇപ്പൊ സിഇഒ ആണെങ്കിലും സിഒഒ, സിഎഫ്ഒ, ഇത് മൂന്നും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് എഴുതിടാം കേട്ടോ. ഇതിന്റെ മൂന്നിന്റെയും എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഈ ഭാഗത്ത് ഈ 3 നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ അത് മാറ്റി അത് 3 ഒന്ന് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് നോട്ട് ചെയ്ത് വെക്കാം. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അതിന്റെ പൊസിഷൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ തന്നെ അതേ ചോദിക്കുള്ളൂ കേട്ടോ. കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്ന ഈ 3ന്റെയും എക്സ്പാൻഡ് ഫോം ആണ്. ഇപ്പൊ സിഇഒ ആണെങ്കിൽ അതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുമായി റിലേറ്റ് ചെയ്തിട്ട് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സിഇഒ എന്ന് പറഞ്ഞാൽ എന്തിനെ സൂചിപ്പിക്കുന്നു, സിഒഒ എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഡ് ഫോം എന്താണ്, സിഎഫ്ഒ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 3 നിർബന്ധമായിട്ട് പഠിക്കണം. ബാക്കി ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതിയേ. അപ്പൊ അതില് ഫസ്റ്റ് വൺ ആണ് പ്രസിഡന്റ് അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ സിഇഒ. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, അതുപോലെ തന്നെ സിഒഒ. അതിന്റെ എക്സ്പാൻഡ് ഫോം, സിഒന്റെ എക്സ്പാൻഡ് ഫോം ആണ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. അതുപോലെ തന്നെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആണ് സിഎഫ്ഒ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഇത് 3 നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ വർക്ക് ചെയ്യാം, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന നിലയിൽ വർക്ക് ചെയ്യാം, ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന നിലയിൽ വർക്ക് ചെയ്യാം, റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ വർക്ക് ചെയ്യാം, വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി എന്ന നിലയിൽ വർക്ക് ചെയ്യാം, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ വർക്ക് ചെയ്യാം, കംപ്ലയിൻസ് എഡ്യൂക്കേറ്റർ, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്, അതുപോലെ ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത്, അതുപോലെ ഡയറക്ടർ, 2 എണ്ണമാണ് ഒരുമിച്ച് വന്നിരിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസസ്. ഇത്രയും പൊസിഷനുകളിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് നിർവഹിക്കാൻ സാധിക്കും. അത് എപ്പോഴും പെട്ടെന്നല്ല കേട്ടോ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന പൊസിഷനിൽ കയറി അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടി അവരുടെ നല്ല രീതിയിലുള്ള പെർഫോമൻസിന്റെ ബേസിസിലോ നല്ല എക്സ്പീരിയൻസിന്റെ ബേസിസിലോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുടെ മാനദണ്ഡത്തിലാണ് ഓരോ പൊസിഷനിലേക്ക് അവർ പിന്നീട് എത്തുക. അപ്പൊ അങ്ങനെ ഈ പൊസിഷനുകളിലെല്ലാം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് എന്ത് ചെയ്യാൻ പറ്റും, വഹിക്കാനായിട്ട് സാധിക്കും. ദെൻ അതിൽ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഇത്രയും മാത്രം നോക്കിയാൽ മതി കേട്ടോ. ആ 3 ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്യാതെ പോകരുത് കേട്ടോ. എപ്പോഴും ആ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എക്സ്പാൻഡ് ഫോം ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആ 3 ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ദെൻ അടുത്തത് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസ് ആണ് താഴെ പറയുന്നത്. ഇത് ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് എന്താണ്, സ്റ്റാഫുകളുടെ റിക്രൂട്ട്മെന്റ്, അവരുടെ സെലക്ഷൻ, റിക്രൂട്ട്മെന്റ്, അതുപോലെ തന്നെ ഹയറിംഗ് പ്രോസസ്സുകള്, മറ്റു കാര്യങ്ങള്, അതുമായി ബന്ധപ്പെട്ട അവരുടെ മറ്റ് പ്രവർത്തനങ്ങള് മുതലായ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കി നടത്തേണ്ടതും അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കേണ്ടതും മാനേജ് ചെയ്യേണ്ടതും ഒക്കെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് നടത്തേണ്ടത്. അതുപോലെ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്, ഹോസ്പിറ്റലിൽ ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളും മേൽനോട്ടം വഹിക്കേണ്ട ഒരു വ്യക്തിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ദെൻ പബ്ലിക് റിലേഷൻ ഫങ്ഷൻസ്, നല്ല പബ്ലിക്കുമായിട്ട് നല്ലൊരു ബന്ധം സൃഷ്ടിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തു നടത്തേണ്ടതൊക്കെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയിൽ വരുന്നുണ്ട്. അതുപോലെ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ,
പോളിസികൾ രൂപീകരിക്കുക, അത് നടപ്പിലാക്കുക, എൻഷുവർ കംപ്ലൈൻസ് വിത്ത് ദ ലോസ്, റൂൾസ് എന്നാണ് കേട്ടോ അവിടെ, റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് എത്തിക്സ്. നോക്കിയേ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവർ പാലിക്കേണ്ട നിയമങ്ങള്, നിയന്ത്രണങ്ങള്, ധാർമ്മികത മുതലായവ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആക്ട് ആസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിന്റെ നിയമപരമായിട്ടുള്ള ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ്, നിയമപരമായ ഒരു പ്രതിനിധിയായി നിന്ന് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈസ് അക്കൗണ്ടബിൾ ടു മേക്ക് ഷുവർ ദാറ്റ് the hospital is abiding by the government rules and whether all the statutory needs are met. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്തിനു കൂടി റെസ്പോൺസിബിൾ ആണെങ്കിൽ ഉത്തരവാദിത്തമുള്ള ആളായിരിക്കണം, to make sure that the hospital is abiding by the government rules. ഗവൺമെന്റ് പറയുന്ന എല്ലാ നിയമങ്ങളും, ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് പറയുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്ന അല്ലെങ്കിൽ ഇവർ പാലിക്കേണ്ട ഗവൺമെന്റ് റൂളുകള് മുതലായവ കൃത്യമായിട്ട് ഇവർ പാലിക്കുന്നുണ്ട്. വെദർ ഓൾ ദ സ്റ്റാറ്റ്യൂട്ടറി നീഡ്സ് ആർ മെറ്റ്, എല്ലാ തരത്തിലുമുള്ള നിയമാനുസൃതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവര് നിറവേറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ആ 3 പോയിന്റ്സ് ഒന്ന് നോക്കിയിട്ട് ബാക്കിയിരിക്കും കേട്ടോ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മനുഷ്യ വിഭവങ്ങളെ കൊണ്ടുവരിക, അവരുടെ സെലക്ഷൻ, ഹയറിംഗ്, റിക്രൂട്ട്മെന്റ്, മറ്റു പ്രോസസ്സുകൾ, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആവശ്യമായ റിസോഴ്സ്, ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുക, അവരുടെ മറ്റു കാര്യങ്ങൾ മേൽനോട്ടം വയ്ക്കുക, അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമതെന്ന് പറഞ്ഞത് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും, ഹോസ്പിറ്റൽ ദിവസേനയുള്ള എല്ലാ പ്രവർത്തനവും, ഒരു ഹോസ്പിറ്റൽ നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് വഹിക്കേണ്ടത്. അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻസ്, പൊതുജനങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ പല പല പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുക, അത് നല്ല രീതിയിൽ നടപ്പിലാക്കുക, അതിനെ ഓവറോൾ ആയിട്ട് നല്ല രീതിയിൽ അത് എഫക്റ്റീവ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുക, ഇതെല്ലാം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ട ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ നല്ല നല്ല പോളിസികൾ രൂപീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ പാലിക്കേണ്ട നിയമങ്ങള്, നിയന്ത്രണങ്ങള്, ധാർമ്മികത എല്ലാം കൃത്യമായിട്ട് ആ ഹോസ്പിറ്റൽ ഫോളോ ചെയ്യുന്നുണ്ടോ, അതവിടെ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഇവര് എന്തിന് അക്കൗണ്ടബിൾ ആണ്, അല്ലെങ്കിൽ എന്തിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്, ആ ഗവൺമെന്റ് പറയുന്ന എല്ലാ നിയമങ്ങളും ഇവർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ, നിയമാനുസൃതമായ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇവർ നിറവേറ്റുന്നുണ്ടോ എന്നെല്ലാം ഉറപ്പുവരുത്തേണ്ടതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തമാണ്. Then അടുത്തത് has the responsibility to supervise all the activities in the hospital, should make sure that all staffs are aware of the hospital vision and objective. അതുപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് സൂപ്പർവൈസ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അല്ലെ, ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ should make sure that all the staffs are aware of the hospital vision and objective. അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾക്കും, ഓരോ ജീവനക്കാർക്കും ആ ഹോസ്പിറ്റലിന്റെ വിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്, അല്ലെ, ആ ഹോസ്പിറ്റലിന്റെ ദൗത്യം, ആ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ആ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്, ആ ഹോസ്പിറ്റലിന്റെ കാഴ്ചപ്പാട്, അവരുടെ ദൗത്യം എന്താണ്, ലക്ഷ്യം എന്താണ് മുതലായ കാര്യങ്ങളെ കുറിച്ച് അവിടെയുള്ള എല്ലാ ജീവനക്കാരും അവെയർ ആണോ, അല്ലെങ്കിൽ അതിൽ അവർ ബോധവാന്മാരാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതുപോലെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് carry out all the management decision in a hospital. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അവരുടെ മാനേജ്മെന്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കും. അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം കേട്ടോ.
വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ശരി. ക്ലിയർ അല്ലേ ഇത്? അവിടെ വരെ ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ്, map out major rules, regulations and procedures and ensure their implementation. മേജർ ആയിട്ടുള്ള പ്രധാനപ്പെട്ട നിയമങ്ങളും നിയന്ത്രണങ്ങളും, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങള്, നിയന്ത്രണങ്ങള്, നടപടിക്രമങ്ങള് മുതലായവയൊക്കെ രൂപപ്പെടുത്തുക, അത് നടപ്പിലാക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ മേക്ക് ഷുവർ ദാറ്റ് റൂൾസ് ഫോർമുലേറ്റഡ് ആർ ഇൻ വിത്ത് ദ ഹോസ്പിറ്റൽ പോളിസി. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ രൂപീകരിച്ചിട്ടുള്ള നിയമങ്ങളെല്ലാം ഹോസ്പിറ്റൽ പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഈസ് അക്കൗണ്ടബിൾ ഫോർ ഗുഡ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻ. ആ സ്ഥാപനത്തിലെ എംപ്ലോയേഴ്സും എംപ്ലോയീസും തമ്മിലുള്ള നല്ലൊരു ബന്ധം സൃഷ്ടിക്കുന്നതിന്, നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. Then work attentively with other executive in the hospital like the medical superintendent, nursing superintendent. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ മറ്റ് എക്സിക്യൂട്ടീവുകളുമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് നല്ല ശ്രദ്ധയോടുകൂടി ആ ഹോസ്പിറ്റലിലെ മറ്റ് എക്സിക്യൂട്ടീവുകളുമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി വർക്ക് ചെയ്യാനായിട്ട്, ഇപ്പോ മെഡിക്കൽ സൂപ്പറിണ്ടന്റ്, നഴ്സിംഗ് സൂപ്പറിണ്ടന്റ് മുതലായിട്ടുള്ളവരുമായിട്ട്, അത്തരത്തിലുള്ള എക്സിക്യൂട്ടീവുകളുമായിട്ട് നല്ല ശ്രദ്ധയോടുകൂടി തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എന്താണ് പ്രവർത്തനം അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഇവർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ മേക്ക് ഷുവർ ദാറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ഇൻ എ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് മാനർ. ആ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വളരെ സുഗമമായിട്ട് വളരെ കാര്യക്ഷമമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ആൻഡ് ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ഔദ്യോഗിക പ്രതിനിധിയായി നിന്ന് പ്രവർത്തിക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. Then submit annual report to the governing body. ആ ഒരു ഹോസ്പിറ്റലിലെ ഭരണസമിതിക്ക് ആനുവൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കുക. അതുപോലെ തന്നെ ഡൊണേറ്റ് ടു ഡിവൈസിംഗ് ആനുവൽ ബഡ്ജറ്റ്. ആനുവൽ ബഡ്ജറ്റുകൾ ആസൂത്രണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നല്ല രീതിയിലുള്ള സംഭാവനകളും നൽകുക. അപ്പൊ നോക്കി, മാപ്പ് ഔട്ട് മേജർ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് എൻഷുർ ദെയർ ഇംപ്ലിമെന്റേഷൻ. പ്രധാനപ്പെട്ട നിയമങ്ങളും നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, രൂപീകരിക്കുക, അതവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ, നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത്തരത്തിൽ രൂപീകരിച്ചിട്ടുള്ള നിയമങ്ങളെല്ലാം ആ ഹോസ്പിറ്റലിന്റെ നയങ്ങൾ അല്ലെങ്കിൽ പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ആ ഒരു സ്ഥാപനത്തിലെ എംപ്ലോയേഴ്സും എംപ്ലോയീസും തമ്മിലുള്ള നല്ലൊരു ബന്ധം അവിടെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഉത്തരവാദിത്തമുള്ള ആളായിരിക്കണം. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോ മെഡിക്കൽ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് മുതലായിട്ടുള്ള മറ്റ് എക്സിക്യൂട്ടീവുകളുമായിട്ട് നല്ല രീതിയിൽ വളരെ ശ്രദ്ധാപൂർവം തന്നെ പ്രവർത്തിക്കാനായിട്ടും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ റെസ്പോൺസിബിൾ ആണ്. അതുപോലെ ആ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വളരെ സുഗമമായിട്ടും
കാര്യക്ഷമമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ അവിടെ നടന്നു പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതുപോലെ ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ ഒരു ഔദ്യോഗിക പ്രതിനിധിയായി നിന്ന് പ്രവർത്തിക്കേണ്ടതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതുപോലെ ഗവേണിംഗ് ബോഡി, ഭരണസമിതിക്ക് വേണ്ടിയിട്ട് ആനുവൽ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വാർഷിക റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ട പ്രവർത്തനമാണ്. അതുപോലെ ഡൊണേറ്റ് ടു ഡിവൈസിംഗ് ആനുവൽ ബഡ്ജറ്റ്, വാർഷിക ബഡ്ജറ്റുകൾ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ രീതിയിലുള്ള നല്ല നല്ല സംഭാവനകളും നൽകേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫംഗ്ഷനിൽ വരുന്ന കാര്യമാണ്. വേഗം ഒന്ന് ബാക്കിയൊന്ന് വായിച്ചു നോക്കി, വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകളാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട സവിശേഷതകളാണ് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് മസ്റ്റ് ഷോ കോമ്പീറ്റൻസ് അറ്റ് വർക്ക്. എന്താണ്? അവരവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട നല്ലൊരു കഴിവ് പ്രകടിപ്പിക്കണം, അല്ലെ? നല്ലൊരു കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കേട്ടോ, വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ സവിശേഷതകളാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് മസ്റ്റ് ഷോ കോമ്പീറ്റൻസ് അറ്റ് വർക്ക്. അവർ ചെയ്യുന്ന ജോലി എന്താണോ അതിൽ നല്ല രീതിയിലുള്ള ഒരു കഴിവ് അവർ പ്രകടിപ്പിക്കണം. അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത്തത് must be sensitive to organizations and staff program and requirement. അവിടുത്തെ സ്റ്റാഫുകളുടെ ആയിക്കോട്ടെ ആ ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസോ അല്ലെങ്കിൽ ആവശ്യകതകളോ മുതലായവയ്ക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാനും സെൻസിറ്റീവ്, പെട്ടെന്ന് അതിനോട് ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനോട് പെട്ടെന്ന് പ്രതികരിച്ച് ഒരു നല്ല രീതിയിലുള്ള ഒരു സംവേദനക്ഷമത അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തൊരു പ്രശ്നം വന്നാലോ ആവശ്യകത വന്നാലും അത് പെട്ടെന്ന് മനസ്സിലാക്കാനും അതിനോട് പ്രതികരിക്കാനും അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി നൽകാനും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് കഴിവുണ്ടായിരിക്കണം. അതുപോലെ ഹാസ് ദ കപ്പാസിറ്റി ടു ഫോർസീ ആൻഡ് പ്ലാൻ. ഓരോ പല കാര്യങ്ങളും മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. Then it has the ability to produce new and creative ideas. പുതിയതും ക്രിയാത്മകവുമായിട്ടുള്ള ആശയങ്ങൾ രൂപീകരിക്കാൻ അല്ലെങ്കിൽ നിർമ്മിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. And has the capacity to coordinate, organize and distribute resources.
കൃത്യമായിട്ട് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാനും അത് നല്ല രീതിയിൽ അത് ഓർഗനൈസ് ചെയ്ത് സംഘടിപ്പിച്ച് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സസ് വിഭവങ്ങൾ കൃത്യമായ രീതിയിൽ അതാത് വ്യക്തികളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വിതരണം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. മസ്റ്റ് ബി ഏബിൾ ടു ഡെലിഗേറ്റ് വർക്ക് ആൻഡ് മേക്ക് എഫിഷ്യന്റ് യൂസ് ഓഫ് ഹിസ് ഓർ ഹർ ഓൺ ടൈം. അതുപോലെ തന്നെ മസ്റ്റ് ബി ഏബിൾ ടു ഡെലിഗേറ്റ് വർക്ക്, നല്ല രീതിയിൽ അവർക്ക് ആ ഒരു വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഡെലിഗേറ്റ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ആ അധികാരം ഏൽപ്പിക്കാനുള്ളതാണ്. അപ്പൊ ഓരോരുത്തരും ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ, അനുയോജ്യമായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടീസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അവരുടെ വർക്കുകൾ അവർക്ക് എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മേക്ക് എഫിഷ്യന്റ് യൂസ് ഓഫ് ഹിസ് ഓർ ഹെർ ഓൺ ടൈം, അവരുടെ സ്വന്തം സമയം നല്ല രീതിയിൽ വിനിയോഗിക്കാനുമുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാനുമുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് എബിലിറ്റി ടു പെർsuade ആൻഡ് ഡെവലപ്പ് പീപ്പിൾ, അതുപോലെ തന്നെ എന്താണ് എബിലിറ്റി ടു പെർsuade ആൻഡ് ഡെവലപ്പ് പീപ്പിൾ, അവിടെ ആളുകളെ പ്രചോദിപ്പിക്കാനും അതുപോലെ തന്നെ പല പല കാര്യങ്ങളും അവരിലൂടെ തന്നെ പല പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആൻഡ് ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ, നല്ലൊരു ആശയവിനിമയം നടത്തുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കണം ഒരു നല്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട സവിശേഷതകളാണ്. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് മസ്റ്റ് കോമ്പറ്റൻസ് അവർക്ക് അവർ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട നല്ലൊരു കഴിവ് അവർക്കുണ്ടായിരിക്കണം. അതുപോലെ മസ്റ്റ് ബി സെൻസിറ്റീവ് ടു ഓർഗനൈസേഷൻ ആൻഡ് സ്റ്റാഫ് പ്രോബ്ലം ആൻഡ് റിക്വയർമെന്റ്, അതുപോലെ തന്നെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട അവരുടെ സ്റ്റാഫുകളുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, ആവശ്യകതകളായിക്കോട്ടെ മുതലായ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവർക്ക് എന്താണ് പ്രോബ്ലം ഉള്ളത് അല്ലെങ്കിൽ എന്ത് ആവശ്യകതയാണോ അവർക്കുള്ളത് അത് ഓർഗനൈസേഷനാണോ മറ്റു സ്റ്റാഫുകൾക്കാണോ അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഉടനെ പ്രതികരിക്കാനും അത് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ കപ്പാസിറ്റി ടു ഫോഴ്സി ആൻഡ് പ്ലാൻ, പുതിയ അവരുടെ ഓരോ കാര്യങ്ങളും മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് ആസൂത്രണം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഹാസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്, പുതിയ കാര്യങ്ങള് അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള ആശയങ്ങള് രൂപപ്പെടുത്താനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആൻഡ് ഹാസ് ദ കപ്പാസിറ്റി ടു കോർഡിനേറ്റ്, ഓർഗനൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സസ്, പുതിയ കാര്യങ്ങളായിക്കോട്ടെ അല്ലാത്ത ഓൾറെഡി ദിവസേനയുള്ള ഓരോ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാനും സംഘടിപ്പിക്കാനും അത് മതിയായ രീതിയിൽ അത് വിതരണം ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആൻഡ് മസ്റ്റ് ബി ഏബിൾ ടു ഡെലിഗേറ്റ് വർക്ക്, കൃത്യമായ അനുയോജ്യരായിട്ട് ആളുകൾക്ക് ജോലികൾ അസൈൻ ചെയ്ത് നൽകാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ അവർക്ക് സ്വയം കിട്ടുന്ന ഒരു സ്വന്തം സമയം നല്ല രീതിയിൽ ഉപയോഗിക്കാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആൻഡ് എബിലിറ്റി ടു പെർsuade ആൻഡ് ഡെവലപ്പ് പീപ്പിൾ, മറ്റുള്ള ആളുകളെ പ്രേരിപ്പിക്കാനും നല്ല പ്രചോദനങ്ങൾ നൽകി പുതിയ കാര്യങ്ങൾ അതിലൂടെ വികസിപ്പിച്ചെടുക്കാനുമുള്ള കഴിവുണ്ടായിരിക്കണം. ആൻഡ് ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ, ഒരു നല്ലൊരു ആശയവിനിമയം നടത്തുന്ന വ്യക്തി കൂടിയായിരിക്കണം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും ചോദിക്കാറുണ്ട് കേട്ടോ.
വായിച്ച് കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മളെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരാണ് കേട്ടോ. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് കേട്ടോ. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബില്ലിംഗ് ക്ലർക്ക് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കാണും ആ ഒരു പേര് ബില്ലിംഗ് ക്ലർക്ക് എന്ന് ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ഓർ ബില്ലിംഗ് ക്ലർക്ക് എന്ന് അതിന്റെ കൂടെ തന്നെ ഒന്ന് എഴുതി വെച്ചു കേട്ടോ. എന്നാലേ പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കുള്ളൂ കേട്ടോ നിങ്ങൾ. അല്ലെങ്കിൽ ബില്ലിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് രണ്ടും പറയുന്നുണ്ട്. അപ്പൊ അതിൽ രണ്ട് ചോദിച്ചാലും ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ ബില്ലിംഗ് ക്ലർക്ക് എന്ന് കൂടി അറിയപ്പെടുന്നു അതിന്റെ കൂടെ തന്നെ എഴുതി വെച്ചു. നമ്മൾ പറയുമ്പോൾ അത് പറയുന്നുണ്ട്, പക്ഷെ അന്നേരം ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്നില്ല ആ ഒരു വേർഡ് കേട്ടോ. അതുകൊണ്ട് ആ മുകളിലൊന്ന് എഴുതി വെച്ചോട്ടെ നിങ്ങളുടെ ടെക്സ്റ്റില ബില്ലിംഗ് ക്ലർക്ക് എന്ന് കൂടി അറിയപ്പെടുന്നു കേട്ടോ. Then billing specialist centers on preparing bills and invoices. അല്ലെ, നമുക്കറിയാം ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് പേരിൽ അറിയാൻ പറ്റുമല്ലോ അല്ലെ. ബില്ലുകളും ഇൻവോയ്സുകളും തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രധാനമായിട്ടും അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ബില്ലും ഒരു ഇൻവോയ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മള് ഹോസ്പിറ്റലിൽ പോയാലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്താലും ഒക്കെ നമുക്ക് ബില്ലുകൾ തരാറുണ്ട് അല്ലെ. തരാറില്ലേ? ബില്ല് കിട്ടാറില്ലേ? അപ്പൊ ഇൻവോയ്സും ബില്ലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബില്ല് നമുക്ക് പരിചയമുള്ള സാധനം അല്ലെ. അപ്പൊ ഇൻവോയ്സും ബില്ലും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം? ഒരു ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിൽപ്പനക്കാരൻ വാങ്ങുന്നയാൾക്ക് നൽകുന്ന ഒരു രേഖയാണ് ഇൻവോയ്സ്. ആരാണോ വിൽക്കുന്നത് ആ വ്യക്തി വാങ്ങുന്ന ആൾക്ക് നൽകുന്ന ഒരു രേഖയാണ്. ഈ ഒരു ബില്ലും ഇൻവോയ്സും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇൻവോയ്സ് കണ്ടിട്ടുണ്ടോ? സാധാരണ നമ്മളൊരു ബില്ല് കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? സാധാരണ നമ്മുടെ ഒരു ബില്ല് കണ്ടിട്ടില്ലേ? ഉണ്ട്. അതിന്റെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബില്ലാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് കൂടുതലും ഇൻവോയ്സുകൾ. അപ്പൊ ആ പ്രൊഡക്റ്റ് അതിന്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട്, എത്രത്തോളം പ്രൈസ് ആണ് അതിന് വരുന്നത്, അതിന്റെ ഡിസ്കൗണ്ടുകൾ, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി സാധാരണ ബില്ലിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബില്ല് തന്നെയാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇൻവോയ്സ് ആണെങ്കിലും ബില്ലുകളാണെങ്കിലും സാധാരണ നോർമൽ ആയിട്ടുള്ള ബില്ലുകളാണെങ്കിലും ഒക്കെ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന വ്യക്തികളാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ബില്ലിംഗ് ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പോ ബില്ലുകളും ഇൻവോയ്സുകളും തയ്യാറാക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ഡാഷ് സെന്റേഴ്സ് ഓൺ പ്രിപ്പയറിംഗ് ബിൽസ് ആൻഡ് ഇൻവോയ്സസ് എന്ന് പറഞ്ഞാൽ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ബില്ലിംഗ് ക്ലർക്ക് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് കേട്ടോ. അല്ലേ? അപ്പൊ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബില്ലാണ് കേട്ടോ ഇൻവോയ്സ് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ പല മോഡലുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ആ ബില്ലും ഇൻവോയ്സും രണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കാം കേട്ടോ. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ് ഇൻവോയ്സ്. അത് കൂടുതലും നമ്മുടെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടൊക്കെയാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുക. പിന്നെ മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്. അപ്പൊ അവര് ബില്ലും ഇൻവോയ്സും മാത്രം തയ്യാറാക്കിയാൽ പോരാ, ഫിനാൻഷ്യൽ റെക്കോർഡുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ലുക്കിംഗ് ഓവർ കോൺട്രാക്ട്സ് ആൻഡ് അപ്ഡേറ്റിംഗ് ഡേറ്റാബേസസ് ആസ് റിക്വയർസ്. കരാറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി മേൽനോട്ടം വഹിച്ച് ആവശ്യമായിട്ടുള്ള ഡേറ്റാബേസുകളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ ഉത്തരവാദിത്വമാണ്. Then the job also necessitates seeing to it that all information is centered correctly and making financial report. അതുപോലെ തന്നെ ഈ ഒരു ജോലിയുടെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു അനിവാര്യതയാണ് seeing to that all information is entered correctly. ആ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ, സാമ്പത്തിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും വളരെ കൃത്യമാണ്, ഓൾ എൻ്റേർഡ് കറക്റ്റ്ലി, വളരെ കൃത്യമായിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിരിക്കുന്നത് ഉറപ്പുവരുത്തേണ്ടത് ഈ ഒരു ജോലിയുടെ ഉത്തരവാദിത്വമാണ്. കാരണം സാമ്പത്തിക റിപ്പോർട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ എൻ്റർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിരിക്കണം അല്ലെ, അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകളിൽ അറാസ് വരാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വരാതെ എല്ലാം നമ്മൾ എൻ്റർ ചെയ്യുന്നത്, ഇതൊരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എൻ്റർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിരിക്കണം അല്ലെങ്കിൽ കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഈ ഒരു ജോലിയുടെ പ്രത്യേകതയാണ്.
Then, while their role is often overlooked owing to its vacant nature, billing clerks provide valuable support to clinicians in that they support providers to get paid for services rendered. ഈ ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനെയൊക്കെ പെട്ടെന്ന് കാണാറുണ്ടോ? ഇതൊരു ബാക്ക് നേച്ചർ ആണ് അല്ലെ? സ്ക്രീനിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്, ശരിയല്ലേ? നമ്മളുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ഒന്നും വരാത്ത വ്യക്തികളല്ലേ ഇവര്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇവർക്ക് അധികം ഡ്യൂട്ടി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്താണ് നമ്മൾ എപ്പോഴും ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനെയൊക്കെ പോകുമ്പോൾ കാണാറുണ്ടോ? ഒരു അക്കൗണ്ടന്റ് കാര്യങ്ങളായിട്ടുള്ള വ്യക്തികളൊന്നും നമ്മൾ നേരിട്ട് അങ്ങനെ വലിയ പരിചയമില്ല, അല്ലെങ്കിൽ നമ്മളുമായിട്ട് നേരിട്ട് വലിയ സമ്പർക്കത്തിൽ വരുന്ന ആളുകളല്ല, അല്ലെ? എങ്കിൽ പോലും അവരുടെ ഡ്യൂട്ടീസ് എന്തായാലും അവർ ചെയ്യുന്ന കടമകൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് തന്നെയല്ലേ? ആണ് അല്ലെ? ബില്ലിംഗ് ക്ലർക്ക് പ്രൊവൈഡ് വാല്യുബിൾ സപ്പോർട്ട് ടു ക്ലിനിഷ്യൻസ്. ഡോക്ടേഴ്സിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് പ്രൊവൈഡേഴ്സ് ടു ഗെറ്റ് പെയ്ഡ് ഫോർ സർവീസസ് റെന്റഡ്. ഇല്ലേ? ഇപ്പൊ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ പോയി, നമുക്ക് ആ ഹോസ്പിറ്റലുകാർ ഒരുപാട് സർവീസുകൾ തന്നു കഴിഞ്ഞാൽ അവര് തരുന്ന സർവീസുകൾക്ക് പകരം അവിടെ ആ പണം കിട്ടുന്നത് എന്തിലൂടെയാണ്? എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് തരുന്ന സർവീസുകൾക്ക് നമ്മൾ എന്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പണം തിരികെ കൊടുക്കുക? അവര് നമുക്ക് എന്ത് തരും? പോവാൻ നേരം, ഡിസ്ചാർജ് ചെയ്യാൻ നേരം എന്താ തരിക? ബില്ല്, അല്ലേ? ബില്ലിനെ കാണുന്ന തുകയല്ലേ നമ്മൾ കൊടുക്കുക, അല്ലേ? ബില്ലിന്റെ സഹായത്തോടു കൂടിയല്ല അവർ തന്നിരിക്കുന്ന സർവീസുകൾ. അവരെന്തൊക്കെ സർവീസ് നമുക്ക് തന്നോ ആ നൽകിയ സർവീസുകൾക്കുള്ള പകരമായിട്ടുള്ള പണം, അല്ലെ? അത് അവർക്ക് കിട്ടുന്നത് ഈ ബില്ലിന്റെ സഹായത്തോടു കൂടിയല്ലേ? അപ്പൊ ഈ ബില്ല് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബില്ല് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഇൻവോയ്സുകൾ തയ്യാറാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇവര് ചെയ്യുന്ന നല്ലൊരു ഡ്യൂട്ടി തന്നെയല്ലേ? അല്ലെ? അവരുടെ സഹായത്തോടു കൂടിയല്ലേ നമുക്ക് തരുന്ന ഓരോ സർവീസുകൾക്കും തിരികെ അവർക്ക് പണം കിട്ടുന്നത് ആ ഹോസ്പിറ്റലിലേക്ക്, അല്ലെ? They are expected to understand the claim submission and reimbursement protocol for both government and private insurers. അതുപോലെ തന്നെ ഇവർ എന്ത് സഹായിക്കാറുണ്ട്? ക്ലെയിം സബ്മിഷൻ. ഇപ്പൊ നമുക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം, ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഷുറൻസുകളൊക്കെ ഉണ്ടാവും, അല്ലെ? അപ്പൊ നമുക്ക് ചില ഹോസ്പിറ്റലൊക്കെ ചിലപ്പോ ക്യാഷ് ഫ്രീ ആയിട്ടുള്ളതായിരിക്കണം എന്നില്ല. അവര് എംപാനൽ ചെയ്ത ഹോസ്പിറ്റൽ ആവണം നമ്മൾ പോണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ അതിന് പകരം നമ്മൾ ചിലവാക്കിയ തുക റീഇംബേഴ്സ്മെന്റ് ആയിട്ട് തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സബ്മിറ്റ് ചെയ്യാം? ക്ലെയിം എന്ത് ഉപയോഗിച്ചിട്ടാ സബ്മിഷൻ നടത്തുക? ആ ക്ലെയിം കിട്ടണമെങ്കിൽ ബില്ല്, അല്ലേ? ബില്ലുകള്, നമുക്ക് എന്തിനൊക്കെ ബില്ലുകൾ നമ്മൾ എന്തിനൊക്കെ പണം ചിലവാക്കിയിട്ടുണ്ടോ അതിന്റെയൊക്കെ ബില്ലുകൾ നമ്മൾ വാങ്ങിച്ച് സൂക്ഷിക്കും, അല്ലേ? ഇവരോട് പറയും നമുക്ക് ഇങ്ങനെ ക്ലെയിം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ബില്ലുകൾ തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബില്ല് വാങ്ങി സൂക്ഷിക്കുകയും ആ ബില്ല് സബ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചിലവാക്കിയ തുക നമുക്ക് തിരികെ കിട്ടുന്നത്, ശരിയല്ലേ? നിങ്ങളൊന്നും ഇൻഷുറൻസ് ഒന്നും കൂടിയിട്ടില്ലേ? അതാണോ അറിയാത്തത്? ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ കേട്ടിട്ടില്ലേ ഇത്? അപ്പൊ അങ്ങനെ ബില്ലിന്റെ സഹായത്തോടു കൂടിയാണ് അത്തരം ഗവൺമെന്റ് ആയിക്കോട്ടെ പ്രൈവറ്റ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ആ ഒരു ക്ലെയിം സബ്മിഷൻ നടത്താനും ആ റീഇംബേഴ്സ്മെന്റ്, ആ തിരികെ നഷ്ടപ്പെട്ട തുക അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കിയ പണം തിരികെ ലഭിക്കാനും സഹായിക്കുന്നത്. അതിനുവേണ്ടി ഇവർ സഹായിക്കുന്നുണ്ട്, അല്ലെ? And clerk also offer important insight into a hospital or clinic's complaint support and responsibility. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ക്ലർക്കിന് അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റലിലെ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും പരിശ്രമങ്ങളെ കുറിച്ചും ഒക്കെ അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ഒക്കെ ഒരു പ്രധാന ഉൾക്കാഴ്ചയും ഈ ക്ലർക്കുകൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബില്ലിംഗ് ക്ലർക്ക് എന്ന് കൂടി അറിയപ്പെടുന്നു എന്ന് മനസ്സിലാക്കി വെക്കാം. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരാറുള്ളത്. രണ്ടാമത്തത് ഒരു ഇൻവോയ്സുകളായിക്കോട്ടെ ബില്ലുകളായിക്കോട്ടെ മുതലായവ തയ്യാറാക്കുന്നത് ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു റെസ്പോൺസിബിലിറ്റീസ് ആണ് ഫിനാൻഷ്യൽ റെക്കോർഡുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, ഡേറ്റാബേസുകൾ ആവശ്യമായ രീതിയിൽ ആവശ്യത്തിനനുസരിച്ച് ഡേറ്റാബേസുകൾ അപ്ഡേറ്റ് ആയിട്ട് നിലനിർത്തുക. അതുപോലെ ഇവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട മറ്റൊരു അനിവാര്യതയാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് എൻട്രി ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും വളരെ കറക്റ്റ് ആയിരിക്കണം, കൃത്യമായിരിക്കണം എന്ന് പറയുന്നത്.
വൈൽ ദെയർ റോൾ, ഇവരുടെ മറ്റൊരു റോളാണ് ഇപ്പൊ അവര് ബാക്ക് എൻഡ് നേച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇവര് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അവർക്ക് വളരെ നല്ല രീതിയിൽ അവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ ഡോക്ടേഴ്സിനെ ആയിക്കോട്ടെ മറ്റ് ഹോസ്പിറ്റലിൽ തന്നെ അവർ നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ നമുക്ക് തരുന്ന നല്ല നല്ല സർവീസുകൾക്ക് ആവശ്യമായിട്ടുള്ള തിരികെ ലഭിക്കുന്നതിനുള്ള പണം ഈ ബില്ലുകളുടെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ആ ഒരു ക്ലെയിം സബ്മിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിന്റെ ക്ലെയിം സബ്മിഷനുമായി ബന്ധപ്പെട്ട് ആ റീഇംബേഴ്സ്മെന്റ് പ്രോട്ടോകോൾ ചിലവാക്കിയ പണം തിരികെ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റോ പ്രൈവറ്റ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടൊക്കെ ആ ബില്ലുകൾ സമർപ്പിക്കുന്നതിലൂടെയാണ് നമുക്ക് ആ ഒരു പണം തിരികെ ലഭിക്കുക. അതിനും ഈ ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ബില്ലിംഗ് ക്ലർക്കുകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഈ ബില്ലിംഗ് ക്ലർക്കുകളാണെങ്കിലും അവർക്കും ആ ഹോസ്പിറ്റൽ പാലിക്കേണ്ടതായ കാര്യങ്ങളെ കുറിച്ചും പരിശ്രമങ്ങളെ കുറിച്ചും ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ഒക്കെ ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് ഇവർക്കും ഉണ്ടായിരിക്കും. വേഗം വായിച്ചു നോക്കാം കേട്ടോ. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 5th ചാപ്റ്റർ ആണ്. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് കേട്ടോ. 5th ചാപ്റ്റർ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കേട്ടോ. അപ്പോ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് നിങ്ങൾ കേട്ട് കാണും. ഹോസ്പിറ്റലിൽ കുറെ ധാർമ്മികപരമായിട്ടുള്ള വശങ്ങളുണ്ട് അല്ലെ? ഇല്ലേ? കേട്ടിട്ടില്ലേ? എത്തിക്സ് വിട്ടൊന്നും ഞങ്ങൾ കളിക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഫിലിംസിലൊക്കെ കേട്ടിട്ടില്ലേ? മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആളുകൾ പറയാറില്ലേ ഞങ്ങൾക്ക് കുറെ എത്തിക്സ് ഉണ്ട്, പറയാറില്ലേ? കുറെ ധാർമ്മികപരമായിട്ടുള്ള വശങ്ങളുണ്ട്, നിയമപരമായിട്ടുള്ള വശങ്ങളും വിഷയങ്ങളും ഒക്കെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിലെ കുറയൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് ബ്രീഫായിട്ട് മാത്രം കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് നിയമങ്ങൾ കാര്യം കൂടുതലും നമ്മൾ എത്തിക്കൽ പരമായിട്ടുള്ള ആസ്പെക്റ്റുകൾ വളരെ കുറവാണ്. അതേസമയം ലീഗൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് നിയമങ്ങൾ പറയുന്നുണ്ട്. അത് വളരെ ഷോർട്ട് ആയിട്ടാണ് പറയുന്നത്. ഒരുപാട് നിയമങ്ങളൊന്നും പഠിക്കുന്നില്ല, നമുക്ക് കേട്ട് പരിചയമുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ പഠിക്കുന്നുണ്ട്. അതിന്റെ വർഷം, അതെങ്ങനെ പ്രാവർത്തികമായി, അത് എന്തിനു വേണ്ടിയിട്ടുള്ള നിയമം, ഇത്രയൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത്. ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ അതില് ആദ്യം നമ്മൾ നോക്കുന്നത് എത്തിക്കൽ ആസ്പെക്ട് ആണ്. അതൊരു ഹോസ്പിറ്റലിന്റെ ധാർമ്മിക വശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്, അതാണ് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ നോക്കുന്നത്.
എത്തിക്കൽ ആസ്പെക്ട് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലീഗൽ ആസ്പെക്ട് പറയാം. ഓക്കെ, അപ്പൊ എത്തിക്കൽ ആസ്പെക്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. കോഡ് ഓഫ് ബിഹേവിയർ അല്ലെ, പെരുമാറ്റച്ചട്ടങ്ങൾ ഇല്ലേ? ഒരു ഹോസ്പിറ്റലില് അവിടുത്തെ മെഡിക്കൽ പ്രൊഫഷനിലുള്ള സ്റ്റാഫുകളോ പ്രൊഫഷനിലുള്ള എല്ലാവരും ജീവനക്കാരും പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. ശരിയല്ലേ? പെരുമാറ്റച്ചട്ടങ്ങളില്ലേ? നമുക്ക് ഇഷ്ടമുള്ള പോലെ അവിടെ ചെന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ? അവർക്ക് കൃത്യമായിട്ടൊരു പെരുമാറ്റച്ചട്ടമുണ്ട്. ഉണ്ടോ? പെരുമാറ്റച്ചട്ടം ഉണ്ടോ? ഉണ്ട് അല്ലേ? നോക്കിയേ, the ethical aspectല് കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ബൈ മെമ്പേഴ്സ് ഓഫ് ദ, നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കണം കേട്ടാ. ഒരുപാട് വെറുതെ വായിച്ചു പോകണ്ട, ഒന്ന് മനസ്സിലാക്കി ഒന്ന് പഠിച്ചാൽ മാത്രമേ ഈ ഭാഗം ഒന്ന് ക്യാച്ച് ചെയ്തെടുത്താൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ലേ. കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ബൈ മെമ്പേഴ്സ് ഓഫ് ദ മെഡിക്കൽ പ്രൊഫഷൻ ടു കൺട്രോൾ ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ സോ ദാറ്റ് ഇറ്റ്സ് മെമ്പേഴ്സ് ഡു നോട്ട് ബ്രിങ് ഡിസ്ഗ്രേസ് ടു ദ പ്രൊഫഷൻ. ഇവിടെ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഈ കോഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങൾ ഇത് ആരാണ് സെറ്റ് ചെയ്യുന്നത്? ആ മെഡിക്കൽ പ്രൊഫഷനിലുള്ള മെമ്പേഴ്സ് തന്നെയാണ്. അത് മനസ്സിലായോ? മെഡിക്കൽ പ്രൊഫഷനിലുള്ള മെമ്പേഴ്സ് തന്നെ സെറ്റ് ചെയ്യുന്ന, അതിലുള്ള അംഗങ്ങൾ തന്നെ സെറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങളാണ് കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയോ? അത് ആർക്ക് വേണ്ടി തന്നെയാണ് അവർ സെറ്റ് ചെയ്യുന്നത്? അവരുടെ മെഡിക്കൽ പ്രൊഫഷനിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി തന്നെ അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ടു കൺട്രോൾ ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ, നമ്മുടെ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അല്ലെ? വൈദ്യശാസ്ത്രപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടി മെഡിക്കൽ പ്രൊഫഷണലിലെ അംഗങ്ങൾ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള പെരുമാറ്റ ചട്ടമാണ് ഈ ഒരു കോഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ എത്തിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആകുന്നോ? എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുന്നത്? സോ ദാറ്റ് ഇറ്റ് മെമ്പേഴ്സ് ഡു നോട്ട് ബ്രിങ് ഡിസ്ഗ്രേസ് ടു ദ പ്രൊഫഷൻ. ആ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ പ്രൊഫഷന് അപമാനമുണ്ടാകുന്ന അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളോ അതിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ അംഗങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി അല്ലെ? ആണോ? അതുകൊണ്ടല്ലേ പല ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇപ്പൊ സ്റ്റാഫുകളാണെങ്കിലും ഒക്കെ നമുക്കുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടങ്ങൾ പെരുമാറ്റത്തിലാവാം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിലാവാം എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ വന്നാൽ അവർക്കെതിരെ ഉടനെ ആക്ഷൻ എടുക്കുവോ? എന്താണ് നിങ്ങൾ ഒരു പരിചയമില്ലാത്ത പോലെ ഇരിക്കുന്നേ? ഇല്ലേ, എടുക്കില്ലേ? നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യാറില്ലെങ്കിൽ നമ്മൾ കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി കൊടുക്കാറില്ലേ? നമുക്ക് പറ്റില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരുടെ ബിഹേവിയർ ആയിക്കോട്ടെ, അവർ തരുന്ന സർവീസുകൾ ആയിക്കോട്ടെ, അല്ലേ? അപ്പൊ എപ്പോഴും ഒരു മെഡിക്കൽ പ്രൊഫഷനിലുള്ള ഈ ഒരു കോഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു എത്തിക്സ് അല്ലെങ്കിൽ ധാർമ്മികത എന്ന് പറഞ്ഞാല് എന്താണ് ശരിക്കും? ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങളാണ്. ആര് പാലിക്കേണ്ടതാണ്? അവിടുത്തെ മെഡിക്കൽ പ്രൊഫഷനിലുള്ള ജീവനക്കാർ അല്ലെങ്കിൽ എംപ്ലോയീസ് പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായോ? അത് ആര് തന്നെ സെറ്റ് ചെയ്യുന്നതാണ്? ആ മെഡിക്കൽ പ്രൊഫഷനിലുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ അംഗങ്ങൾ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങളാണ് ഈ എത്തിക്സ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി? വൈദ്യശാസ്ത്രം, പ്രാക്ടീസ് ഓഫ് മെഡിസിൻ, വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി. അതായത് ഈ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവിടെ അതിലുള്ള അംഗങ്ങൾ മെമ്പേഴ്സ് ആരും അതിനെ ആ ഒരു പ്രൊഫഷനെ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അപമാനമുണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മെഡിക്കൽ പ്രൊഫഷനിലുള്ള അംഗങ്ങൾ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള പെരുമാറ്റച്ചട്ടമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ പോയിന്റ് ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ, എങ്കിൽ മാത്രമേ മിസ് അടുത്തയിലേക്ക് പോവുള്ളൂ. ഒരുമിച്ച് നിങ്ങൾ അതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളേ. ഓക്കെ, then at its simplest നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? എത്തിക്സ് ഇസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾ. കുറച്ച് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഒരു ധാർമ്മിക തത്വങ്ങളുടെ ഒരു സംവിധാനമാണ് അല്ലെ? കുറെ ധാർമ്മിക തത്വങ്ങളാണ്, മോറൽ പ്രിൻസിപ്പിൾസ് ആണ്. എത്തിക്സ് ഈസ് കൺസേൺ വിത്ത് വാട്ട് ഈസ് ഗുഡ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ആൻഡ് ഇസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് മോറൽ ഫിലോസഫി.
ഇതിന് ശരിക്കും ഒരു എത്തിക്സ് അല്ലെങ്കിൽ ധാർമ്മിക തത്വങ്ങളുടെ ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇൻഡിവിജ്വൽസിന് എന്താണ് നമ്മുടെ സൊസൈറ്റിക്കും അല്ലെങ്കിൽ അതിലുള്ള ആളുകൾക്കും ഏറ്റവും നല്ല രീതിയിൽ മികച്ചതായിട്ട് വരുന്നത്, ഗുഡായിട്ട് വരുന്ന കാര്യങ്ങൾ എന്താണ്? അത് ചെയ്യാനായിട്ടല്ലേ ഈ എത്തിക്സ് ഉള്ളത്, അല്ലെ? ദോഷം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യാനല്ലല്ലോ. അവർക്ക് ഇൻഡിവിജ്വലിനായിക്കോട്ടെ, സൊസൈറ്റിക്ക്, സമൂഹത്തിനായിക്കോട്ടെ എന്താണോ നല്ലത് വരാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിലൂടെ നല്ലത് ലഭിക്കുന്നത് എന്താണോ അത്തരത്തിലുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മോറൽ പ്രിൻസിപ്പിൾ ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്തെന്ന് കൂടി വിളിക്കാം? മോറൽ ഫിലോസഫി എന്ന് വിളിക്കാം, ധാർമ്മിക തത്വചിന്ത എന്ന് കൂടി അറിയപ്പെടുന്നു. അപ്പൊ ഇത് ശരിക്കും സിമ്പിൾ ആയിട്ട് മോറൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ധാർമ്മിക തത്വചിന്ത അല്ലെങ്കിൽ ധാർമ്മിക തത്വങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ ഇൻഡിവിജ്വൽസിനും എത്രത്തോളം മികച്ച, വാട്ട് ഈസ് ഗുഡ് ഫോർ, എന്താണ് അവർക്ക് മികച്ചതായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിലൂടെ അവർക്ക് ഗുഡായിട്ടുള്ള കാര്യങ്ങളാണോ ലഭിക്കുന്നത്, അത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ മാത്രമേ ഒരു മെഡിക്കൽ പ്രൊഫഷനുള്ള ആളുകളിൽ നിന്ന് കാഴ്ചവെക്കാൻ പാടുള്ളൂ. മനസ്സിലാവുന്നോ? ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ എപ്പോഴും ഒരു മെഡിക്കൽ പ്രൊഫഷനുള്ള ആളുകള് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക, അതല്ല വേണ്ടത്. അതിനെ നിയന്ത്രിച്ചുകൊണ്ട് എന്താണോ അവർക്ക് മികച്ചതായി ലഭിക്കാൻ പോകുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവർക്ക് എപ്പോഴും ഗുഡായിട്ടുള്ള കാര്യങ്ങള്, മികച്ച കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളുമായിരിക്കണം ഇവിടെ നിന്നും ലഭിക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ്, അത്തരത്തിലുള്ള ഒരു ധാർമ്മിക തത്വചിന്തയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? ക്ലിയർ ആണോ? Okay. Then a code of ethics is what? Which gives employees or members a general idea of what kind of behavior and decisions are desirable and encouraged at a business or organization. അപ്പൊ ഇത്തരത്തില് ഒരു കോഡ് ഓഫ് എത്തിക്സ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങൾ അവിടെയുള്ള മെഡിക്കൽ പ്രൊഫഷനുള്ള എല്ലാവരും പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റച്ചട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ ആ ഒരു കോഡ് ഓഫ് എത്തിക്സ് അല്ലെങ്കിൽ കോഡ് ഓഫ് ബിഹേവിയറിന്റെ സഹായത്തോടു കൂടി നമ്മുടെ അവിടുത്തെ എംപ്ലോയീസിനായിക്കോട്ടെ അല്ലെങ്കിൽ അതിലെ അംഗങ്ങൾക്കായിക്കോട്ടെ എന്ത് മനസ്സിലാവും? അത് വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം ഒരു സ്ഥാപനത്തിൽ പെരുമാറേണ്ടത് മനസ്സിലാവില്ലേ? നമ്മൾ പുതിയതായിട്ട് ഇപ്പൊ ഒരു നേഴ്സിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു, നമ്മളൊരു നേഴ്സ് രജിസ്റ്റേർഡ് ആയിട്ട് നമ്മൾ ക്വാളിഫൈഡ് ആയി, നമ്മൾ പുതിയതായിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോകും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു മെഡിക്കൽ പ്രൊഫഷൻ ആണ് അല്ലെ, നമ്മളിപ്പോ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്ക് ചെല്ലാണ്, നമ്മൾ പുതിയതായിട്ട് ജോലി ചെയ്യാൻ നമ്മൾ പാലിക്കേണ്ട അത്തരത്തിലുള്ള ഒരു പെരുമാറ്റച്ചട്ടങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവാം? നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം മനസ്സിലാവില്ലേ? മനസ്സിലാവോ? ബിഹേവിയർ എങ്ങനെയായിരിക്കും അല്ലെ? മെമ്പേഴ്സ് എ ഗുഡ് ഐഡിയ, നമുക്ക് എന്തിനുള്ള ഒരു ഐഡിയ കിട്ടും? ഏത് തരത്തിലുള്ള ബിഹേവിയർ ആണ് അവിടെ വേണ്ടത് അല്ലെ? നമ്മൾ വീട്ടിലെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്, ശരിയല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ എടുത്തെടുക്കുന്ന പോലത്തെ ബിഹേവിയർ ആയിരിക്കില്ല നമ്മൾ പുറത്തിറങ്ങിയാ എടുക്കാം അല്ലെ? അപ്പൊ നമുക്ക് ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഏത് രീതിയിലുള്ള ബിഹേവിയർ ആയിരിക്കണം കാഴ്ചവെക്കേണ്ടത്. ഒരു സ്ഥാപനം എന്ന നിലയിൽ അവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മറ്റ് എല്ലാ ബിഹേവിയേഴ്സും നമ്മൾ കുറെ മാറ്റി വെക്കേണ്ടതായിട്ട് വരില്ലേ? നമ്മുടെ യഥാർത്ഥ ബിഹേവിയർ നമുക്ക് അവിടെ എടുക്കാൻ പറ്റുമോ? ഇല്ല. ആ സ്ഥാപനം പറയുന്ന രീതിയിലുള്ള പെരുമാറ്റച്ചട്ടങ്ങളായിരിക്കണം നമ്മൾ പാലിക്കേണ്ടത്. സോ അത്തരത്തില് ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് ഏത് തരത്തിലുള്ള ബിഹേവിയർ ആണോ അവർക്ക് ആവശ്യം, ആ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഏത് തരത്തിലുള്ള പെരുമാറ്റമായിരിക്കണം കാഴ്ചവെക്കേണ്ടത്, ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങളെയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റുമോ? പറ്റും അല്ലെ? A code of conduct mention how employees or members have to act in a particular situation. അതുപോലെ തന്നെ ഇത്തരം പെരുമാറ്റച്ചട്ടങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിലൂടെ എന്തിനെ സൂചിപ്പിക്കുന്നു? How employees or members have to act in a particular situation. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സിറ്റുവേഷനുകളിൽ അവിടുത്തെ ആ പ്രത്യേക സിറ്റുവേഷനുകളിൽ നമ്മൾ എങ്ങനെ പെരുമാറണം അല്ലെ? അവിടുത്തെ എംപ്ലോയീസ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളവർ എങ്ങനെ പെരുമാറണം? പുറത്തുനിന്ന് വരുന്ന ആളുകളുടെ കാര്യമല്ല പറയുന്നത്, അവിടെയുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ് എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ കോഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ എത്തിക്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? അത്
മനസ്സിലായോ? അപ്പൊ ബ്രീഫ്ലി നമുക്ക് ചുരുക്കി പറഞ്ഞ എന്ത് മാത്രമേ ഉള്ളൂ, ഈ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പെരുമാറ്റച്ചട്ടത്തിനനുസരിച്ച് ആ മെഡിക്കൽ പ്രൊഫഷനുള്ള എല്ലാവരും അത് പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് പാലിക്കാന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തെ ബേസ് ചെയ്ത് മറ്റുള്ളവർക്ക് മികച്ചതാക്കുന്ന അല്ലെങ്കിൽ ഗുഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ്. അതിലെ എംപ്ലോയീസ് അവർ നിർബന്ധമായിട്ടും അത് പാലിച്ചിരിക്കണം. അതിലൂടെ മറ്റുള്ളവർക്ക് യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ ഈ പ്രൊഫഷനെ യാതൊരുവിധ അപകീർത്തിപ്പെടുത്തുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അപമാനം ഉണ്ടാകുന്ന ഒരു പ്രവർത്തനവും കാഴ്ചവെക്കാതെ നല്ല പ്രവർത്തനങ്ങൾ, നല്ല പെരുമാറ്റങ്ങൾ വരുന്ന ഓരോരുത്തരിലേക്കും എത്തിക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഒരു തത്വചിന്ത കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അത് ആ ഒരു പാരഗ്രാഫ് വേഗം ഒന്ന് വായിച്ചു നോക്കി, അതിനുശേഷം നമുക്ക് ലീഗൽ ആസ്പെക്റ്റിലേക്ക് പോകാം. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ അല്ലേ? ആ ശരി. ഇനി നമ്മൾ ലീഗൽ ആസ്പെക്ട് നോക്കാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുന്നോളൂ. ലീഗൽ ആസ്പെക്ട് എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള വശങ്ങൾ. ഒരു ഹോസ്പിറ്റലിൽ നിയമപരമായിട്ടുള്ള കുറെ വശങ്ങൾ അവർ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതില് ഒരു ലോ എന്ന് പറഞ്ഞാൽ ലോയെ കുറിച്ച് മൂന്ന് ഡെഫിനിഷൻസ് അല്ലെങ്കിൽ നിർവചനങ്ങൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. എന്താണ് ഒരു നിയമം എന്ന് പറയുന്നത്? ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് റൂൾസ്, ഒരു കൂട്ടം നിയമങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിന് വേണ്ടി, അല്ലെ? നമ്മുടെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിനുള്ള നിയമങ്ങളുടെ ഒരു കൂട്ടമാണ് ലോ എന്ന് പറയുന്നത്. ശരിയല്ലേ? ലോ എന്ന് പറയുമ്പോ ഒരു കൂട്ടം നിയമങ്ങളല്ലേ, അല്ലെങ്കിൽ നിയമങ്ങളുടെ ഒരു കൂട്ടമല്ലേ? ആണോ? എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് ലീഡ് ഹ്യൂമൻ ആക്ഷൻ, അല്ലെ? മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയാണ്. ശരിയല്ലേ? ഓരോ നിയമങ്ങളും നമുക്കറിയാം. ഓരോ മനുഷ്യരും നമ്മുടെ മനുഷ്യർ എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെ? എങ്ങനെ പ്രവർത്തിക്കാതിരിക്കണം, അതിനു വേണ്ടിയല്ലേ പ്രധാനപ്പെട്ട എല്ലാ നിയമങ്ങളും വന്നിരിക്കുന്നത്, അല്ലേ? ആണോ? അതെ അല്ലേ? നമ്മുടെ അല്ല എങ്കിൽ, നിയമങ്ങളില്ല എങ്കിൽ പല തെറ്റുകളും നമ്മുടെ നാട്ടിൽ സംഭവിച്ചേക്കാം, അല്ലെ? അപ്പൊ ഇന്ന കാര്യങ്ങൾ തെറ്റാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന രീതിയിലുള്ള ശിക്ഷകൾ നിങ്ങൾക്ക് കിട്ടും എന്ന രീതിയിലല്ലേ ഓരോ നിയമങ്ങളും നാട്ടിൽ വരുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങളുടെ ഒരു കൂട്ടമാണ് ലോ എന്ന് പറയുന്നത്. ദെൻ അടുത്തതിൽ പറയുന്നത്, ലോ ഇസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. നമ്മുടെ നിയമം രണ്ടാമത്തെ ഒരു ഡെഫിനിഷൻ പോലെ പറയുന്നതാണ്, ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ്. നിയമം എന്ന് നമ്മുടെ സംസ്ഥാനം നമ്മളിൽ ചുമത്തുന്ന അവകാശം, ഇല്ലേ? നിയമങ്ങളിലൂടെ നമുക്ക് കുറെ റൈറ്റ്സ് കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ടോ? കുറെ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ലേ? പറ്റുമോ? നമ്മുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്, അല്ലെ? നമ്മുടെ ഒബ്ലിഗേഷൻസ് എന്താണ്? നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കടമകളെ കുറിച്ചുള്ള നിയമങ്ങളുണ്ട്, ഇല്ലേ? അത്തരത്തില് നമ്മുടെ സംസ്ഥാനം, സ്റ്റേറ്റ് ഇമ്പോസസ്, നമ്മുടെ സംസ്ഥാനം നമ്മളിൽ ചുമത്തുന്ന അല്ലെങ്കിൽ സംസ്ഥാനം ചുമത്തുന്ന അവകാശങ്ങളുടെയും കടമകളുടെയും ഒരു സംവിധാനമാണ് ലോ എന്ന് പറയുന്നത്. രണ്ട് ഡെഫിനിഷൻ പറഞ്ഞു. ഒന്നാമത്തത്, ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിനുള്ള നിയമങ്ങളുടെ ഒരു കൂട്ടമാണ് ലോ എന്ന് പറയുന്നത്.
രണ്ടാമത്തെ പോയിന്റ്, ലോ ഇസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ വിച്ച് ദി സ്റ്റേറ്റ് ഇമ്പോസസ്. സംസ്ഥാനം ചുമത്തുന്ന അവകാശങ്ങളുടെയും കടമകളുടെയും ഒരു നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് എന്ത് ലോ എന്ന് പറഞ്ഞു. മൂന്നാമത്തത്, ലോ ഇസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾ റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അതുപോലെ മൂന്നാമത്തെ എന്താ പറയുന്നത്, ലോ ഇസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ്, സംസ്ഥാനവും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, നീതിന്യായ വ്യവസ്ഥയും. നമ്മുടെ സംസ്ഥാനവും നീതിന്യായ വ്യവസ്ഥയും അംഗീകരിച്ച തത്വങ്ങളുടെ ഒരു കൂട്ടമാണ് ലോ എന്ന് പറയുന്നത്. അപ്പൊ 3 ഡെഫിനിഷൻ ആണ് പറയുന്നത്. ലാസ്റ്റ് വൺ എന്താ, നമ്മുടെ സംസ്ഥാനവും നീതിന്യായ വ്യവസ്ഥയും അംഗീകരിച്ച തത്വങ്ങളുടെ ഒരു കൂട്ടമാണ് നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വരെ മിസ് എടുക്കുന്നുള്ളൂ. ആ 3 ഡെഫിനിഷൻസും ആ ബാക്കി മുമ്പ് പറഞ്ഞ ഭാഗവും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.